ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രിക് ആൻഡ് പ്ലംബർ ടിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് പ്ലംബിംഗ് വർക്കിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ വീട്ടിലെ പ്ലംബിംഗ് വർക്ക് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ ഈ വീടിൻ്റെ പുറഭാഗത്തുള്ള വർക്കാണ് നിങ്ങളെ കാണിക്കുന്നത്. ഈ വീട്ടിൽ 3 ടോയ്ലറ്റാണ് ഉള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ 2 മുകൾ ഫ്ലോറിൽ 1. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ 4 ഇഞ്ച് PVC 4 ലെങ്ത്ത്, 4 ഇഞ്ച് T 3, ഒരു 4 ഇഞ്ച് YT 1, പിന്നെ 2 45, പിന്നെ പശ സ്റ്റാർ ബോണ്ട് എന്ന കമ്പനി ഒരു ബോട്ടിലും, പിന്നെ ഷോർട്ട് പെൻറ്റ് 3. ഇത്രയും സാധനങ്ങളാണ് അതിന് വേണ്ടിയത്. ഇതൊരു 10-20 മീറ്റർ അകലുള്ള ഇതിലാട്ടോ കക്കൂസിൻ്റെ ടാങ്ക് നിർമ്മിച്ചിട്ടുള്ളത്. കക്കൂസിൻ്റെ ടാങ്കൊക്കെ ആദ്യം കൊയ്യൊക്കെ പടുത്ത് പൊന്തിച്ച് ഒരു താഴ്ന്ന സ്ഥലത്ത് പിന്നെ നല്ല ഹൈറ്റിൽ ഒരു 5 ഇഞ്ചോളം ഉയർത്തിയിട്ട് അതിൻ്റെ കനത്തിൽ നല്ല സെറ്റപ്പിൽ സ്ലാബ് വാർത്ത് ആ കൊയ്യിക്കുള്ള പൈപ്പ് അവിടെ ഇട്ടിച്ചിട്ടുണ്ട്. അതിനൊക്കെ നമ്മളിത് കൊണ്ടുപോയി സെറ്റാക്കി കൊടുക്കുക ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇതേ പാനിക്കൂടെ പോയിട്ട് അവിടെ താഴ്ന്ന സ്ഥലത്താണ് സ്ലാബ് വാർത്തിട്ടുള്ളത്. അതിന് 2 കുറ്റി കാണുന്നതാ, 4 ഇഞ്ചിൻ്റെ കുറ്റി. അതിനൊക്കെയാണ് ഇത് കൊടുക്കല്. ഒന്ന് വേസ്റ്റ് വെള്ളം, ഒന്ന് കക്കൂസിൻ്റെ ടാങ്കും. ഇങ്ങനെ 2 ഭാഗത്തേക്കാണ് കൊടുക്കുന്നത്. 2 നല്ല ആഴത്തിൽ നല്ല ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിമക്കാണ് ഷൂട്ടായി കൊടുത്താൽ മതി. അങ്ങനെ ചെയ്ത് വെച്ചാൽ നല്ല സുഖമാണ്. ഞാൻ അതിൻ്റെ മുകളിലാണ് ഒരു പുറത്ത് ടോയ്ലറ്റൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. അത്രയും സെറ്റപ്പിൽ അത് വാർത്തിട്ടുണ്ട് നല്ല കരത്തിൽ. അപ്പം നമ്മൾ അതിട്ട് കഴിഞ്ഞ് 2 ഇഞ്ച് PVC ആണ് പിന്നെ കാണിക്കുന്നത്. 2 ഇഞ്ച് PVC അതുപോലെ തന്നെ 4 ലെങ്ത്ത് PVC, നമുക്ക് 4 T, പിന്നെ എയർ കവള് 4 ഇഞ്ചിനും എയർ കവള് വെച്ചിട്ടുണ്ട്, 2 ഇഞ്ചിനും. എല്ലാ ടോയ്ലറ്റിനും ഓരോന്ന് സെപ്പറേറ്റ് എയർ കവള് വെക്കുകയാണ് ഏറ്റവും നല്ലത്. എന്താണെന്ന് ഗ്യാസ് ഇതൊക്കെ അങ്ങനത്തെ ഒന്നും പുറത്തേക്ക് വല്ലാതെ ഇല്ല, കൊതുകുകളെ ശല്യമൊക്കെ കുറയും. അങ്ങനെ അതിന് മുകളിൽ നിന്ന് ഇറക്കിയ ലൈൻ വാട്ടർ ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ സപ്ലൈ 1.5 ഇഞ്ചാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. എന്നിട്ട് 1 ഇഞ്ചാക്കിയിട്ട് പിന്നെ ലാസ്റ്റിക്ക് 3/4 ഇഞ്ചായി കൊടുക്കുകയാണ്. 3/4 ഇഞ്ച് വാൾവാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ 1ക്ക് പിന്നെ 1.5ക്ക് 1 പിന്നെ നമ്മളവിടെ T ഇട്ടിട്ടുള്ളത്. അതിനൊക്കെ 1 ഇഞ്ച് കൊടുത്തിട്ട് പിന്നെ 1ക്ക് 3/4 ആക്കിയിട്ട് അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഈ എയർ കവള് നമ്മൾ എന്താണ് മേലെ വെക്കുമ്പോൾ ഒട്ടിക്കരുത്. എന്തെങ്കിലും അടവ് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കത് ഊരിയിട്ട് എടുക്കണം. ആ പൈപ്പ് മുകൾക്കാ വെച്ചിരുന്നതാ എയർ പോലെ കുറ്റി. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഒരു സെറ്റപ്പിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ പൈപ്പൊക്കെ എപ്പോഴും പിന്നെ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ ഏറ്റവും നല്ലത്. പിന്നെ ചെറിയ 3/4 ഇഞ്ച് PVC ഒക്കെ നമുക്ക് ബ്ലേഡിൽ തന്നെ കട്ട് ചെയ്യാം. അത് അതിന് ചെയ്താൽ മതി. 4 ഇഞ്ച് 2 ഇഞ്ചൊക്കെ ഏറ്റവും നല്ലത് ഗ്രൈൻഡർ ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ നല്ലത്. ഒന്നുകൂടിയും ഫിനിഷിങ് ആവും. അപ്പം നമ്മൾ ഫസ്റ്റ് ഫിറ്റിങ്സൊക്കെ ഇട്ട് വെക്കുമ്പോൾ സൂട്ടാണോ നോക്കിയതിന് ശേഷം നമ്മൾ മറന്നു പോകരുത് ഒട്ടിക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പൈപ്പ് 2-3 ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മേലെ വരാത്ത രീതിയിൽ ഒരു സൈഡിൽ ആദ്യം ഒന്ന് വന്നിട്ട് അതിന് രണ്ടാമത്തതും അതേമാതിരി നടുക്ക് വെച്ചിട്ട് മൂന്നാമത്തെ വേറെ സൈഡിൽ അങ്ങനെ ആക്കി ഇടണം. പൈപ്പ് എന്തെങ്കിലും പൊട്ടിക്കഴിഞ്ഞാലൊക്കെ നമുക്ക് ബ്ലേഡ് ഇട്ട് മുറിക്കാനൊക്കെ ഏറ്റവും ഇതിൽ സൗകര്യത്തിൽ ചെയ്യണം. നമ്മൾ ചെറിയ ചാല് കയറിയാൽ അതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് പണിയെടുക്കുമ്പോൾ ഭാവിയിൽ ബുദ്ധിമുട്ട് വരും. അത് നല്ല ശ്രദ്ധിക്കണം നമ്മൾ. അതാണ് അതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മൾ ഈ വീട്ടുകാരൊക്കെ എന്താവും, നമ്മളിത് കാണൂല, ചാല് കയറിയിട്ട് അതിൽ പൈപ്പ് ഇട്ടിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് അങ്ങോട്ട് പോകും. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ അതൊക്കെയാണ് അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിൽ പണിയെടുക്കുന്ന മുകളിൽ കണ്ടില്ലേ, മുകൾക്കൊരു 4 ഇഞ്ച് 2 ഇഞ്ച് പൈപ്പിലെ മുകൾക്കുള്ള വെള്ളത്തിൻ്റെ സപ്ലൈ 1 ഇഞ്ച് നമ്മളവിടെ മുകൾക്ക് കരുതി വെച്ചിരിക്കുന്നത്. മുകൾക്ക് നമ്മൾ കയറ്റും, പിന്നെ പൈപ്പ് അടിച്ചിട്ട് കയറ്റി കൊണ്ടുപോകും. അതിപ്പോൾ പിന്നെ നമ്മൾ അത്ര കാര്യങ്ങൾ അവിടെ ചെയ്ത് തീർത്താണ്. മുകളിൽ ഒരു തള്ളുണ്ട് സ്ലാബിന്, അത് കട്ട് ചെയ്തിട്ട് വേണം പൈപ്പ് ഇറക്കാൻ. അപ്പം നമ്മൾ നിലത്ത മണ്ണ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പണിയാണ് അവിടെ ചെയ്യുന്നത്. സാധനങ്ങൾ വാങ്ങുമ്പോൾ എപ്പോഴും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറ്റ കുറഞ്ഞ ലോക്കൽ പൈപ്പ് വാങ്ങരുത്. 4 kg പൈപ്പ് അല്ല, ഒരു 6 kg പൈപ്പേലും വാങ്ങണം. എന്താ വെച്ചാൽ മണ്ണ് അതിൻ്റെ മുകളിൽ വരുമ്പോൾ വെയിറ്റ് വരുന്നല്ലേ. അപ്പോൾ അത് ജാമായിട്ട് പിന്നെ പൈപ്പ് ഡാമേജാണ് പ്രശ്നങ്ങൾ വരും. ഒരു 6 mm വാങ്ങണം പൈപ്പ്.
ഇതിലും ഇത് വാങ്ങണം. 10 kg വാങ്ങുമ്പോൾ ഒന്നുകൂടി റേറ്റ് കൂടും. 10 kg വേണമെന്നില്ല, 6 kg വാങ്ങിയാൽ മതി. അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ കട്ട് ചെയ്തെടുത്താൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. മറ്റേ നമ്മൾ ആക്സം ബ്ലേഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ചെരിഞ്ഞിട്ട് ലെവലാകാത്ത ഒരു പ്രശ്നം വരും. അതാണ് അത്ര ഇത് കട്ട് ചെയ്യാലതിൽ മെച്ചം. ഇവിടെ നമ്മൾ മുകൾക്കൊക്കെ പൈപ്പ് പൊട്ടിച്ചിട്ടു. ഇനി ഇപ്പുറത്തെ ടോയ്ലറ്റ്, തലക്കത്തെ ടോയ്ലറ്റിൽ വെള്ളത്തിൻ്റെ സപ്ലൈ ഇറക്കി അത് ഇതിമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യാം. ഈ വർക്കിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.